വളരെ ആകസ്മികമായിട്ടാണ് ഇങ്ങനൊരു പരിപാടി വിഴിഞ്ഞത്ത് നമുക്ക് സംഘടിപ്പിക്കേണ്ടി വന്നത്. വിഴിഞ്ഞം സീപോർട്ട് യഥാർത്ഥത്തിൽ ലോകത്തിന്റെ മുമ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രവർത്തനം ആരംഭിച്ച് വളരെ ചുരുക്കം മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ ലോകം ശ്രദ്ധിക്കുന്ന ഒരു തുറമുഖമായിട്ടാണ് വിഴിഞ്ഞത്തിനുള്ള പരിഗണന നമുക്ക് കാണാൻ സാധിച്ചു. ലോകത്തെമ്പാടുമുള്ള തുറമുഖങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഈ തുറമുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത കപ്പൽ പാതയിൽ നിന്ന് ഏറ്റവും അടുത്ത് കപ്പലുകൾക്ക് എത്താൻ സാധിക്കുന്ന തുറമുഖങ്ങളുടെ പട്ടികയിൽ ലോകത്ത് തന്നെയുള്ള ഏറ്റവും ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് വിഴിഞ്ഞം. കപ്പൽ പാത എന്ന് പറയുന്നത് ലോകത്തെമ്പാടും കടലുകളെ പറ്റി മനസ്സിലാക്കിയിട്ട് എല്ലാവർക്കും അറിയാം. ആയിരക്കണക്കിന് കപ്പലുകളാണ് കടലുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കപ്പലുകളുടെ പരമ്പരാഗതമായ പാത നമ്മൾ ആനത്താര എന്നൊക്കെ പറയുന്നത് പോലെ കപ്പൽ പാത ലോകത്ത് മുഴുവൻ അടയാളപ്പെടുത്തിയതിൽ ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലുകൾക്ക് കടന്നു വരാൻ സാധിക്കുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം കപ്പൽ പാതയിൽ നിന്ന് നമ്മുടെ തുറമുഖത്തേക്ക് വരാൻ കഴിയുന്ന ലോകത്തെ തന്നെ ശ്രദ്ധേയമായ ഒരു തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം തുറമുഖം. വളരെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം, ലോകത്ത് ഏത് തുറമുഖമായാലും ഇപ്പം കൊച്ചി ഉൾപ്പെടെ നമ്മുടെ തൊട്ടടുത്തുള്ളത് അതാണല്ലോ കേരളത്തുമായി ബന്ധപ്പെട്ടത്. അവിടെ ഓരോ ഘട്ടത്തിലും മണൽ വന്ന് വീണ് ചളി വീണ് എല്ലാ വർഷവും വർഷാവർഷം ആഴം കൂട്ടിക്കൊണ്ടേയിരിക്കണം ബ്രിഡ്ജ് ചെയ്തിട്ട്. ഈ വിഴിഞ്ഞം പോലെ ഇത്ര മഹത്തരമായ പ്രകൃതിദത്തമായ ഈ ആഴം ഏത് കപ്പലിലും കടന്നു വരാൻ സാധിക്കുന്ന അതിന്റെ കടലിന്റെ ആഴം അത് അതേപോലെ തന്നെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ആഴമുള്ള കടലുകളിൽ തന്നെ അല്ലെങ്കിൽ ഈ പോർട്ടിൽ തന്നെ കപ്പലിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കപ്പലിന്റെ ഒപ്പം തന്നെ വന്ന് ചേരുന്ന അടിയുന്ന മണ്ണും പൂഴിയും എല്ലാം ചേർന്ന് അത് വലിയ രീതിയിൽ നീണ് വരും, മൂടി വരും. വിഴിഞ്ഞത്തിനതില്ല. ഇത് ലോകത്തിന്റെ മുമ്പിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഈ തുറമുഖത്തെ സംബന്ധിച്ച് ഇതിന്റെ ആഴം സംബന്ധിച്ച് വളരെ വ്യക്തമായിട്ടുള്ള രേഖ ഒരു ഘട്ടത്തിൽ നായനാരുടെ ഗവൺമെന്റാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ആലോചന തുടങ്ങിയത്. അതിന്റെ തുടർച്ചയിൽ നിന്നാണ് ഇങ്ങനെ ഈ പ്രകൃതിദത്തമായിട്ടുള്ള ശേഷി കൂടി ഉപയോഗിച്ച് ലോക നിലവാരമുള്ള ഒരു തുറമുഖം സൃഷ്ടിക്കാൻ കേരളത്തിന് സാധ്യതയുണ്ട് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിയുകയും VS-ന്റെ ഗവൺമെന്റ് അതിനാവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്നതിന് കൃത്യമായ പഠനം നടത്തി ലോക നിലവാരമുള്ള
ഒരു സീപോർട്ട്, ഒരു തുറമുഖം എങ്ങനെ നമുക്ക് സൃഷ്ടിക്കാനാവുമെന്ന ചർച്ചയുടെ തുടർച്ചയിൽ നിന്ന് VS-ന്റെ ഗവൺമെന്റ് മാറി. അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വന്നത്. ആ ഉമ്മൻചാണ്ടി ഗവൺമെന്റാണ് യഥാർത്ഥത്തിൽ പൊതുമേഖലയിലോ കൺസോർഷ്യം അടിസ്ഥാനപ്പെടുത്തിയിട്ടോ നമുക്ക് നടത്താൻ സാധിക്കുമായിരുന്ന ലോകോത്തരമായി ഈ സമ്പത്ത് അദാനിയുമായിട്ട് കരാറിൽ ഒപ്പിട്ട് അതിന്റെ ആദായം മുഴുവൻ 2035 വരെ പൂർണ്ണമായിട്ടും അദാനിക്ക് തന്നെ കൈകാര്യം ചെയ്യാൻ അനുവാദം കൊടുക്കുന്ന കരാറിൽ ഒപ്പുവെച്ചത് ഞങ്ങളന്ന് അതിശക്തിയായിട്ട് പ്രതിഷേധിച്ചതാണ്. എത്ര വർഷം നിങ്ങൾ കണക്ക് കൂട്ടി നോക്ക്. ഓപ്പറേറ്റ് ചെയ്ത് 2 കൊല്ലമാകുമ്പോഴേക്ക് തന്നെ ലോകോത്തരമായ നിലവാരത്തിലേക്ക് നമ്മൾ എത്തിയല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പലിനെ സ്വീകരിക്കാനുള്ള ശേഷി നമ്മൾ നേടിയല്ലോ. അതിന്റെ ആദായം മുഴുവൻ പൂർണ്ണമായിട്ടും അദാനിക്കാണ്. എത്ര വർഷം വരെ? 2035 വരെ. ഒരു പൈസയും നമുക്കില്ല. ഇതാണ് കരാർ. അത് അദാനിക്ക് വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് എന്ന് അന്നും ഞങ്ങൾ പറഞ്ഞാണ്, ഇന്നും പറഞ്ഞാണ്. പക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറൊക്കെ ഉണ്ടാക്കി അദാനിയുമായി ചേർന്നുകൊണ്ട് ഗവൺമെന്റ് ഉടമയിൽ തന്നെ നിലനിർത്തുന്ന ഒരു തുറമുഖം എന്ന രീതിയിൽ വിഴിഞ്ഞം തുറമുഖത്തെ നമ്മൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചു. ഉടമസ്ഥാവകാശം ഗവൺമെന്റിന് തന്നെയാണ്. 2035 ശേഷം മാത്രമേ നമുക്കതിന്റെ ആദായ വിഹിതം കിട്ടുള്ളൂ. അതും ശരിയാണ്. എന്നാൽ ഇത് വികസിക്കുന്നത് കേരളത്തിന്റെ പൊതുവായ വളർച്ചയ്ക്ക് ആവശ്യമാണ്. ഇതിന്റെ അനുബന്ധമായി തിരുവനന്തപുരം മാത്രമല്ല, തിരുവനന്തപുരം, കൊല്ലം ഉൾപ്പെടെയുള്ള നമ്മുടെ സമീപ ജില്ല ഉൾപ്പെടെ ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ സ്വതന്ത്രമായ വളർച്ചയ്ക്ക് ഈ വിഴിഞ്ഞം തുറമുഖം ഭാവി കേരളത്തിന്റെ, പ്രത്യേകിച്ച് വിഴിഞ്ഞത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും കൊല്ലത്തിന്റെയും പൊതുവായ വളർച്ചയിൽ നാഴികക്കല്ലായി പ്രവർത്തിക്കുമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മനസ്സിലാക്കിയിട്ടാണ് ഏതാണ്ട് ഇതിനകം തന്നെ 6000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെന്റ് ഇതിനു വേണ്ടി ഒന്നും തരാൻ തയ്യാറായില്ല എന്നുള്ള സത്യമാണ്. ആദ്യം സമ്മതിച്ചിരുന്നു, പിന്നീട് കടമായിട്ടാണ് വാങ്ങിയത്. അതേ പലിശ ഉൾപ്പെടെ കൊടുക്കണം. ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള സഹായം എന്ന രീതിയിൽ എല്ലാ പോർട്ടിനും കൊടുത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ സഹായം നമുക്ക് കേരളത്തിൽ വിഴിഞ്ഞത്ത് ലഭിച്ചില്ല. നമ്മുടെ കിഫ്ബി ഉൾപ്പെടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി മുന്നോട്ടേക്ക് നയിച്ചത്. കേരള ഗവൺമെന്റ് കിഫ്ബിയോട് തന്നെ കടപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ നാട് കടപ്പെട്ടിരിക്കുകയാണ് കിഫ്ബിയോട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ്ട് 6000-ഓളം കോടി ഉറുപ്പിക നമ്മൾ ഈ പദ്ധതിക്ക് വേണ്ടി ചെലവാക്കി കേരള ഗവൺമെന്റ്. അതിന്റെ ഒപ്പം തന്നെ അദാനിയുടെ ഭാഗമായി ഏറ്റവും അവസാനം വന്ന കണക്ക് പരിശോധിച്ചാൽ 2497 കോടി ഉറുപ്പികയാണ് അവർ ചെലവാക്കിയത്. 2497 കോടി ഉറുപ്പികയാണ് അദാനിക്ക് ചെലവ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് സംസ്ഥാന ഗവൺമെന്റിന് 6000 കോടി. പക്ഷേ സുന്ദരമായ ഒരു സീപോർട്ട് രൂപം കൊണ്ട് കഴിഞ്ഞിരിക്കുന്നു. ലോകം ശ്രദ്ധിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നമ്മൾ ആദ്യം മുതലേ കണ്ടു ഈ എയർപോർട്ട് എങ്ങനെയായി, സീപോർട്ട് എങ്ങനെയായിരിക്കണം. എല്ലാ കമ്പനികൾക്കും എല്ലാ കപ്പലുകൾക്കും കയറി വരാൻ സാധിക്കുന്ന ഒരു മൾട്ടി സംവിധാനത്തിന്റെ ഭാഗമാവണം. മൾട്ടി ഓപ്പറേറ്റിംഗ് സംവിധാനമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോഴാണ് മത്സരാധിഷ്ഠിതമായ ഒരു തുറമുഖത്തിന്റെ ദൗത്യം നിർവഹിക്കാൻ അതിനാവുക. മാത്രമല്ല
അങ്ങനെ വരുമ്പോഴാണ് കൃത്യമായിട്ട് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാവുക. അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കൂടി ആവശ്യമാണ്. തുറമുഖം വഴി വരാൻ സാധ്യതയുള്ള ഒരുപാട് രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. അതും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ മൾട്ടിപ്പിൾ ഓപ്പറേഷന്റെ ഭാഗമായിട്ട് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. എല്ലാ കമ്പനികൾക്കും എല്ലാ കപ്പലുകൾക്കും നമ്മുടെ തുറമുഖത്തേക്ക് കടന്നു വരാൻ സാധിക്കണം. നിങ്ങൾക്കറിയാം, ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനി സ്വിറ്റ്സർലൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്ന കമ്പനിയാണ്. അതിന്റെ പേരാണ് MSC. MSCയുടെ ഏറ്റവും വലിയ കപ്പൽ വന്നപ്പോൾ നമ്മളെല്ലാം കാണാൻ പോയതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഇതാ വിഴിഞ്ഞത്ത് വന്നിരിക്കുന്നു. ഞാൻ ഉൾപ്പെടെ ഞങ്ങളെല്ലാം പോയി കണ്ടതാണ്. MSCയുടെ വലിയ ഇംഗ്ലീഷ് അക്ഷരത്തിൽ MSC എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതിന്റെ ബോഡിയിൽ. ഇവിടെ നിന്നും കാണാൻ പറ്റുന്ന രീതി. ലോകത്തെ ഏറ്റവും വലിയ കുത്തക കപ്പൽ കമ്പനിയാണ് MSC. ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന കപ്പലുകളിൽ മഹാഭൂരിപക്ഷവും അവർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രത്യേകത കൊണ്ട് ആ പ്രത്യേകത അടിസ്ഥാനപ്പെടുത്തി MSCക്ക് കൃത്യമായിട്ട് മനസ്സിലായി ലോകത്ത് കൈവശം വെക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമേത്. MSC എന്ന് പറയുന്ന കുത്തക കപ്പൽ കമ്പനിക്ക് കൈവശം വെക്കാവുന്ന ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമേത്. സ്വാഭാവികമായിട്ടും അവർ കണ്ടെത്തി അതിലൊന്നാം സ്ഥാനത്തുള്ളത് ഇപ്പോഴാണ് തുടങ്ങിയതെങ്കിലും വിദൂര ഭാവിയിൽ വലിയ വളർച്ച നേടാനാവുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖം വിഴിഞ്ഞം തുറമുഖമായിരിക്കും. വെറുതെ വന്നിട്ടിങ്ങനെ 13,000 കോടി കൊടുത്തതാണ് എന്നൊരു തെറ്റിദ്ധാരണ നിങ്ങൾക്ക് വേണ്ട. അതിനാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നത്. 2497 കോടി റുപ്യ ചെലവാക്കിയിട്ടുള്ള അദാനി അവരുടെ ഷെയറിന്റെ 49% ഷെയർ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 50-നടുത്ത് പകുതി അവര് വിറ്റു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCക്ക് എത്ര ഉറുപ്പിക വിറ്റേ ഓർമ്മയുണ്ടോ? നിങ്ങൾക്കറിയോ? ആരെങ്കിലും അത്രക്കാ? നിങ്ങൾ പത്രത്തിൽ എത്ര ദിവസമായി ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട്? 13,000 കോടി ഉറുപ്പിക. 13,000 കോടി ഉറുപ്പികക്ക് വിറ്റത് എത്രയാ? ആകെയുള്ള അവരുടെ ഷെയറിന്റെ 49%. 49% ഷെയർ വിറ്റത് കൊണ്ട് ഈ ആദായം പൂർണ്ണമായിട്ട് അദാനിക്ക് തന്നെയാണ് കിട്ടുക. ഷെയറിന്റെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് ചില പത്രങ്ങളൊക്കെ വന്ന വാർത്ത വലിയ രീതിയിലുള്ള വികസനം വരാൻ പോവുകയാണെന്ന്. എവിടെ വികസനം വരാൻ പോകുന്നത്? ഇത് സ്വന്തം അക്കൗണ്ടിലേക്കാണ് മാറുന്നത്. അദാനിയുടെ 2497 കോടി ഉറുപ്പിക ചെലവാക്കി 13,000 കോടി നേടി. ആ 13,000 കോടി നേടുമ്പോൾ വിഴിഞ്ഞം തുറമുഖം ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിക്ക് നൽകുന്നു എന്നതാണ് അതിന്റെ കൃത്യമായ അർത്ഥം. കുത്തകക്ക് നൽകുകയാണ്. ഈ കുത്തകക്ക് നൽകുമ്പോൾ മൾട്ടിപ്പിൾ ഓപ്പറേറ്റിംഗ് സംവിധാനം തന്നെ ഇല്ലാതാവും. കുത്തകയുടേതാവും, MSCയുടേതാവും. വേറെ കമ്പനികൾക്ക് ഇങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റില്ല, കപ്പലുകൾക്ക് വരാൻ സാധിക്കില്ല. ഇവരുടെ കുത്തകയാണ്. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഇതിന്റെ അനുബന്ധ സംവിധാനങ്ങൾ നിരവധി രീതിയിൽ നമ്മുടെ നാട്ടിൽ തിരുവനന്തപുരത്ത്, കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെ
അനുബന്ധ പരിപാടികൾ മുഴുവൻ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും തന്നെ. പ്രധാനപ്പെട്ട 5 മേഖലയിൽ, ഞാനതിൻ്റെ വിശദീകരണത്തിലേക്കൊന്നും കടക്കുന്നില്ല. 5 മേഖലയിൽ അതെല്ലാം നിൽക്കും. നമ്മൾ കെട്ടിപ്പൊക്കാൻ ആഗ്രഹിച്ച വികസനത്തിന്റെ സ്വാഭാവിക വളർച്ച പൂർണ്ണമായിട്ടും മുരടിക്കും. എല്ലാം പൂർണ്ണമായിട്ടും നിർവഹിക്കാൻ സാധിക്കുന്നത് ഈ MSCയുടെ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമായിരിക്കും. ഗവൺമെന്റിനെ നോക്കുകുത്തിയാക്കി നിർത്തുക, അദാനിക്ക് വേണ്ടി, MSCക്ക് വേണ്ടി, ലോകത്തിലെ ഏറ്റവും വലിയ കോർപ്പറേറ്റ് മാനേജ്മെന്റിന് വേണ്ടി നമ്മുടെ തുറമുഖം പൂർണ്ണമായിട്ട് പണയപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ഇനി ഇതിന്റെ നിയമപരമായ കാര്യങ്ങളൊക്കെ ഇവിടെ സ്വാഗതപ്രാസംഗികം തന്നെ പറഞ്ഞു. അതിന്റെ വകുപ്പും കാര്യങ്ങളെല്ലാം നമ്മൾ ഉണ്ടാക്കിയ കരാറിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഖണ്ഡികയായിട്ട്. അതിൽ പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥാവകാശം ഗവൺമെന്റിനായിരിക്കും എന്നതാണ്. ഗവൺമെന്റിനാണ് ഉടമസ്ഥാവകാശം, അതോറിറ്റി. ഇതിന്റെ ഭാഗമായിട്ട് ഷെയർ വിൽപ്പന നടത്തുമ്പോൾ 25% വരുന്ന ഷെയർ വിൽക്കുമ്പോൾ അതോറിറ്റിയുടെ സമ്മതം വാങ്ങണം. അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ സമ്മതം വാങ്ങണം. ഇതിൽ വിചിത്രമായ ഒരു ചിത്രം ജൂൺ 30-ാം തീയതിയാണ് യഥാർത്ഥത്തിൽ ഒരു വാർത്ത പുറത്തു വന്നത്. MSC എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനിയുമായി അദാനി 49% ഷെയർ അദ്ദേഹത്തിന്റെ 13,000 കോടിക്ക് വിറ്റു എന്ന വാർത്ത 29-നാണ് വന്നത്. ജൂൺ 29-ന്. ജൂൺ 30-ാം തീയതി കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമുണ്ട് ഈ വിൽപ്പനയും അതുപോലെ തന്നെ കൈമാറ്റവും എല്ലാം കൈകാര്യം ചെയ്ത്. സെബി എന്നാണ് അതിന്റെ പേര്. സെബി. ആ സെബിക്ക് ഇവര് കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിന്റെ കോപ്പി ഇപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. ഞങ്ങൾ 49% ഷെയർ MSC കമ്പനിക്ക് വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്ഥാപനമായ സെബിയുടെ അനുവാദം വേണം. അതാണ് അതിന്റെ രത്ന ചുരുക്കം. ആ രേഖ ഇപ്പോഴും പുറത്തു വന്നു. ആ രേഖ പുറത്തു വന്നതിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി വളരെ വിചിത്രമായ ഒരു കാര്യം ജനങ്ങളോട് പറഞ്ഞു. അസംബ്ലിയിൽ തന്നെ പറഞ്ഞു. ജോയി എല്ലാം കൂടി ചോദിച്ച ചോദ്യത്തിന് അവസാനം ഗത്യന്തരമില്ലാതെ പറയേണ്ടി വന്നെയാണ്. എന്താ പറഞ്ഞത്? ഞാൻ അറിയില്ല. സെൻട്രൽ ഗവൺമെന്റിന്റെ സെബിയുടെ മുമ്പിൽ 29-ാം തീയതി കഴിഞ്ഞ് 30-ാം തീയതി ഈ ഷെയർ മാറ്റവുമായിട്ട് ബന്ധപ്പെട്ട കത്ത് അദാനി നൽകിയതിന് ശേഷവും ഞാൻ പത്രത്തിലാണ് കണ്ടത് എന്ന ഉത്തരം പറഞ്ഞ് തടി തപ്പുന്ന സ്ഥിതിയാണ് നമ്മൾ കണ്ടത്. ഒരു മുഖ്യമന്ത്രിയെ കളവ് പറയുന്നതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഞാൻ അറിയില്ല, പത്രത്തിലാണ് കണ്ടത്. അപ്പൊ ചോദിച്ചു, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ചോദിച്ചു, 25%-ൽ കൂടുതൽ ഷെയർ വിൽക്കുമ്പോൾ മുൻകൂട്ടി സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരം വാങ്ങണ്ടേ? മുഖ്യമന്ത്രി പറഞ്ഞു വാങ്ങണം. വാങ്ങിയോ? വാങ്ങിയില്ല. വാങ്ങിയില്ല എന്ന് പറയുമ്പോൾ വാങ്ങാതെ തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വി.ഡി. സതീശൻ ഈ പറയുന്ന അദാനി കമ്പനിയുമായി രഹസ്യധാരണയുണ്ടാക്കിയിരിക്കുന്നു എന്ന കാര്യം ആരും മറക്കണ്ട. വെറുതെ വന്നതല്ല ഇതൊന്നും. കൃത്യമായിട്ട് തീരുമാനമെടുത്തിരിക്കുന്നു. അപ്പോഴാണ് ഞങ്ങളെല്ലാം നേരത്തെ തന്നെ പറഞ്ഞ ഒരു കാര്യം ഗൗരവപൂർവ്വം നിങ്ങൾ കാണേണ്ടത്. മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് ഒരു സ്പെഷ്യൽ ട്രിപ്പ്, ഒരു
പ്ലെയിൻ, ചാർട്ടേഡ് പ്ലെയിൻ. സാധാരണ ഈ ട്രെയിനിന് പോയാൽ തന്നെ മതി. നമ്മുടെ മംഗലാപുരത്തേക്കാണ് പോയത്. അതിൽ സ്വർണ്ണക്കൊള്ള നടത്തിയിട്ടുള്ള കേസിലെ പ്രതി ഉൾപ്പെടെയുണ്ട്. അദാനിയുടെ പ്രധാനപ്പെട്ട വക്താക്കളും ഉണ്ട്. ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സന്ധി സംഭാഷണത്തിനാണ് അവിടെ പോയത് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ അത് ഇന്നേ വരെ അല്ലാന്നോ ആണെന്നോ പറഞ്ഞിട്ടില്ല. കോൺഗ്രസും പറഞ്ഞിട്ടില്ല, സതീശനും പറഞ്ഞിട്ടില്ല. ചാർട്ടേഡ് പ്ലെയിനിൽ പോയി ഈ പറയുന്ന അദാനി ഉൾപ്പെടെയുള്ള കമ്പനിയുമായി എന്തൊക്കെ കരാർ. ഇത് മാത്രമല്ല, ധാതു ഖനനവുമായി ബന്ധപ്പെട്ട കാര്യം ലോകോത്തരമായ രീതിയിൽ വിഷൻ സമുദ്ര എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമുദ്രവും നമ്മുടെ കടലിന്റെ കരയും അതുപോലെ തന്നെ കരിമണലും എല്ലാം പൂർണ്ണമായിട്ട് വിറ്റ് തുലക്കാൻ, എല്ലാം പൂർണ്ണമായിട്ട് ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൊടുത്ത് ഏൽപ്പിക്കാൻ തീരുമാനമെടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈ കാഴ്ച എന്ന് ഇപ്പോഴും നമുക്ക് എല്ലാവർക്കും വ്യക്തമായി. നമുക്കൊരു കാര്യം കൂടി അതിന്റെ ഇടയിൽ മനസ്സിലായത് ധവളപത്രം വന്നപ്പോഴാണ്. മലയാള മനോരമ പത്രം തന്നെ ഫ്രണ്ട് പേജിൽ എഴുതി ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട്. എന്താ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്? പദ്ധതിയുണ്ട്, പണം എവിടെ? ചോദ്യചിഹ്നമാണ്. ആ ഒറ്റ വാചകത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇവരുടെ കയ്യിൽ ഒരു കാര്യവും നടക്കാൻ പോകുന്നില്ല. പദ്ധതിയുണ്ട്, പണം എവിടെ? പണം എവിടെ എന്ന ചോദ്യത്തിന് വി.ഡി. സതീശൻ പറഞ്ഞ ഉത്തരം പണം സ്വകാര്യ മുതലാളിമാരുടെ കയ്യിലുണ്ട് എന്നാണ്. സ്വകാര്യ മുതലാളിമാർ, കുത്തക മുതലാളിമാർ, അദാനിയും അംബാനിയും ഉൾപ്പെടെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹുരാഷ്ട്ര കമ്പനികൾ ഉൾപ്പെടെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിന്റെ ധാതുക്കൾ ഇന്നേ വരെ കഴിഞ്ഞ 10 കൊല്ലക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ പൂർണ്ണമായിട്ടും പൊതുമേഖലാ സ്ഥാപനങ്ങൾ മാത്രമേ അത് കൈകാര്യം ചെയ്തിട്ടുള്ളൂ. ഒരു തരി മണൽ ആർക്കും വേറെ വിട്ടുകൊടുത്തിട്ടില്ല. ആ കരിമണൽ മുഴുവൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. ധാതു സമ്പത്ത് മുഴുവൻ കൊള്ളയടിക്കാൻ പോവുകയാണ്. ഓപ്പറേഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ സമുദ്രയുടെ പേര് പറഞ്ഞ് നമ്മുടെ തുറമുഖമാകെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൊടുക്കാൻ പോവുകയാണ്. ഇതിനെതിരായ ശക്തിയായ പോരാട്ടമാണ് ഈ കേരളത്തിൽ നടക്കേണ്ടത്. ഇന്ത്യ മുന്നണി യോഗത്തിൽ, ഇന്ത്യ വേദിയുടെ യോഗത്തിൽ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി ഒരു ചോദ്യം ചോദിച്ചു. രാഹുൽ ഗാന്ധി ചോദിച്ചതെന്താ? നിങ്ങൾ ലെഫ്റ്റ് ലെഫ്റ്റ് എന്നാണല്ലോ പറയുക, എന്നാൽ ഈ ലെഫ്റ്റ് അല്ലേ എന്ന് പറഞ്ഞാൽ CPIM അല്ലേ അദാനിയെ കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്നത്? ഇന്ത്യയുടെ പ്രതിപക്ഷത്തിന്റെ നേതാവാണ് എന്ന് പറഞ്ഞാൽ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിക്കുന്നില്ല. കാരണം പകൽ വെളിച്ചം പോലെ എല്ലാവർക്കും അറിയാം അദാനിയെ കേരളത്തിലേക്ക് വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്നതിന്റെ പിന്നിൽ, കരാർ ഉണ്ടാക്കിയതിന്റെ പിന്നിൽ UDF ആണ്. UDF എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഉമ്മൻചാണ്ടിയാണ്. ആ യോഗത്തിൽ സഖാവ് ബ്രിട്ടാസ് വ്യക്തമായിട്ട് ഇക്കാര്യം പറഞ്ഞു. പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, കേരളത്തിൽ വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി അദാനിയെ കൊണ്ടുവന്നത് ലെഫ്റ്റായ CPIM അല്ല, നിങ്ങളുടെ UDFന്റെ ഗവൺമെന്റ് ഉമ്മൻചാണ്ടിയാണ്. മിണ്ടിയില്ല. പിന്നെ ഞാനിവിടെ രാഹുൽ ഗാന്ധിയോടൊരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ലെഫ്റ്റാണ് അദാനിയെ കൊണ്ടുവന്നത് എന്ന അബദ്ധം എഴുന്നള്ളിച്ചതിന് ശേഷം അതല്ല
എന്ന് മനസ്സിലാകുക മാത്രമല്ല, രാഹുൽ ഗാന്ധിയുടെ ഈ നിലപാട് എല്ലാ കാലത്തും എല്ലാ സന്ദർഭത്തിലും ഞങ്ങൾ കോൺഗ്രസ് അദാനിക്കെതിരാണ്, അദാനിയുടെ നിലപാടുകൾക്കെതിരായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് രാഹുൽ ഗാന്ധി. 2 ദിവസം മുമ്പ് രാഹുൽ ഗാന്ധിയുടെ വഴിയിലൂടെ വന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി, സംഘടനാ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ജനറൽ സെക്രട്ടറി മലയാളി കെ.സി. വേണുഗോപാൽ, ആ കെ.സി. വേണുഗോപാലും പറഞ്ഞു വെച്ചു, അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ബി.ജെ.പി. ഗവൺമെന്റുകളാണ്. ഒന്നും കൂടി പറയാം, ബി.ജെ.പിക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് ബി.ജെ.പി. അദാനിക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് ബി.ജെ.പി. ഗവൺമെന്റുകളാണ്. അതിന്റെ അർത്ഥം, അതിന് വേറൊരു അർത്ഥമുണ്ട്. കേരളത്തിൽ ഈ എല്ലാ സൗകര്യങ്ങളും ചെയ്യുന്നത് ബി.ജെ.പി. ചെയ്യുന്നത് പോലെ, രാജീവ് ചന്ദ്രശേഖരൻ പറയുന്നത് പോലെ ഞങ്ങളുടെ പ്രകടന പത്രികയാണ് UDF നടപ്പിലാക്കുന്നത് എന്നാണ് ഇന്നലെ പറഞ്ഞത്. ഞങ്ങളുടെ പ്രകടന പത്രികയാണ് UDF നടപ്പിലാക്കുന്നത് കേരളത്തിൽ. അദാനിക്ക് പരിപൂർണമായ പിന്തുണ, ആ പിന്തുണ ബി.ജെ.പി. ഗവൺമെന്റുകൾ നൽകുന്നത് പോലെയാണ് എന്ന് ദ്വയാർത്ഥം വെച്ച് പറഞ്ഞത് കെ.സി. വേണുഗോപാൽ. അതിന്റെ അർത്ഥം നിങ്ങൾക്കെല്ലാം നന്നായിട്ട് മനസ്സിലാവും. ഞാൻ മറ്റൊരുപാട് കാര്യങ്ങൾ ഇതിന്റെ ഭാഗമായിട്ട് പറയാനുണ്ട്, ഞാൻ പറയുന്നില്ല. വീര്യം കുറഞ്ഞ മദ്യം ഉൾപ്പെടെയുള്ള കാര്യം, പേഴ്സണൽ സ്റ്റാഫിൽ ആളുകളെ നിയമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യം, ഓരോന്നിന്റെയും പിന്നിലുള്ള സ്വകാര്യവൽക്കരണത്തിന്റെ പ്രശ്നം, ഇതെല്ലാം ഈ 1 മാസം 1.5 മാസമായിട്ടേ ഉള്ളൂ. 1.5 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് എന്താണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ മനസ്സിലാക്കാൻ, കോൺഗ്രസുകാർ ഉൾപ്പെടെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനൊരു കാര്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയോട്. രാഹുൽ ഗാന്ധിയോടുള്ള എന്റെ ചോദ്യം ഇതാണ്: നിങ്ങളിവിടെ CPIM-ഉം ബി.ജെ.പിയും തമ്മിൽ ഡീലാണ് എന്നിവിടെ കേരളത്തിൽ വന്ന് തന്നെ പല പ്രാവശ്യം പ്രസംഗിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അദാനിയെ കൊണ്ടുവന്നത് CPIM ആണ് എന്ന അബദ്ധവും പറഞ്ഞു. ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, വിഴിഞ്ഞം പദ്ധതിയുടെ ഭാഗമായി 2497 കോടി ഉറുപ്പിക ചെലവാക്കിയിട്ടുള്ള അദാനി ഓഹരിയുടെ 49% വിറ്റ് 13,000 കോടി നേടിയപ്പോ, ആ നേടിയ അദാനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനോട് നിങ്ങളുടെ സമീപനം എന്താണ്? കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നിലപാടെന്താണ്? 25%-അപ്പുറം ഓഹരി വിൽക്കാൻ സാധിക്കണമെങ്കിൽ കരാറനുസരിച്ച് സംസ്ഥാന ഗവൺമെന്റിന്റെ പിന്തുണ വേണം, അവിടെ തീരുമാനം വേണം. ഞാൻ വി.ഡി. സതീശനോട് ചോദിക്കുകയാണ്, പകൽ വെളിച്ചം പോലെ മനസ്സിലാവുകയും കെ.സി. വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ നേതൃത്വം ബി.ജെ.പി. സംസ്ഥാനങ്ങളിൽ ചെയ്യുന്നത് പോലെ അദാനിക്ക് പിന്തുണ നൽകേണ്ടതില്ല എന്ന കാര്യം ഇവിടെ ഓർമ്മിപ്പിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ 25%-ന്റെ അപ്പുറം 49% ഷെയർ ഞങ്ങൾ നൽകില്ല എന്ന് പറയാനുള്ള തന്റെ ഇടം വി.ഡി. സതീശൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി കാണിക്കുമോ? ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. വേറെ നിങ്ങൾ ചെയ്യണ്ട, എനിക്ക് ചെയ്യാനില്ലല്ലോ. സെബിക്ക് അവർ കത്ത് കൊടുത്തു എന്നുള്ളതല്ലോ ശരിയാ, പക്ഷെ നമ്മൾ അംഗീകാരം കൊടുത്തില്ല. ഞാൻ പത്രത്തിൽ നിന്നാണ് മനസ്സിലാകുന്നത് നിങ്ങൾ പറയുന്നു. സംസ്ഥാന ഗവൺമെന്റിന്റെ അംഗീകാരമില്ലാതെ ഇവർക്ക് സെബിയെ സമീപിക്കാനാവില്ല
സമീപിച്ചാലും അത് നടപ്പിലാവില്ല. അപ്പോൾ നിങ്ങൾ 25% അപ്പുറം വരുന്ന ഷെയർ വിൽക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന ഉറച്ച നിലപാട് വി ഡി സതീശൻ UDF-ന്റെ ഗവൺമെന്റ് സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ഈ പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമായി കൃത്യമായി പറഞ്ഞു വെക്കുന്നത്. അതാണ് കാര്യം. കേവലമായ ഒരു യോഗം ചേർന്ന് പിരിഞ്ഞു പോകാനല്ല. ഇത്തരത്തിൽ തെറ്റായ നിലപാടുകൾ സ്വീകരിക്കുന്ന നമ്മുടെ സമ്പത്ത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ലോകോത്തരമായ ഒരു സമ്പത്ത് ഈ കേരളത്തിലുണ്ട്. അത് തുറമുഖമാകുന്നതിന് മുമ്പേ ഉള്ളതാണ്. തുറമുഖം നമ്മൾ അതിന്റെ മേലെ കുട്ടിച്ചേർത്ത് ഉണ്ടാക്കിയല്ലേ. ലോകോത്തരമായ രീതിയിലുള്ള ഈ ആഴം കൂടിയ ഈ കടലിന്റെ ഈ ഭാഗം, ഈ കരക്ക് നമ്മുടെ മുമ്പിൽ ലഭിക്കുകയാണ്. അത് പ്രകൃതിദത്തമായ നമ്മുടെ ഈ രാജ്യത്തിന്റെ സംഭാവനയാണ് കേരളത്തിന്റെ. ആ സമ്പത്തിനെയാണ് നമ്മൾ ഉപയോഗിച്ചത്. ആ ഉപയോഗിച്ച സമ്പത്ത് ഉൾപ്പെടെയാണ് പൂർണ്ണമായിട്ടും കുത്തക കമ്പനികൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. അത് നമ്മുടെ വളർച്ചയെ, അങ്ങോട്ടുള്ള വളർച്ചയെ ബാധിക്കുന്നതാണ്. കൃത്യമായിട്ട് എല്ലാ കമ്പനികളെയും സ്വീകരിക്കാനും എല്ലാ കമ്പനികളെയും കപ്പലുകൾക്ക് കടന്നു വരാനും എല്ലാം സാധിക്കുന്ന ഒന്നായി മത്സരാധിഷ്ഠിതമായ ഒരു തുറമുഖമായി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതിനെതിരായിട്ടുള്ള നിലപാടാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്. ഒരു ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിക്ക് നിങ്ങൾ വിൽക്കുകയാണ്. ആദ്യം 49% മാത്രമേ വിറ്റിട്ടുള്ളൂ. ഇനി കൊല്ലം കഴിയുമ്പോൾ ഇതേ വി ഡി സതീശൻ പോലെയുള്ള ഗവൺമെന്റുകൾ, ഒരു സംശയവും വേണ്ട, അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ സമ്പത്ത് കുത്തക മുതലാളിമാർക്ക് കൈമാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിന്റെ അവശേഷിക്കുന്ന ഭാഗം കൂടി ഇപ്പോഴും തന്നെ അദാനിയും അതുപോലെ തന്നെ MSC കമ്പനിയും ചേർന്ന് ഒരു കുത്തക സ്ഥാപനം എന്ന രീതിയിൽ നമ്മുടെ വിഴിഞ്ഞം എയർപോർട്ടിനെ, സീപോർട്ടിനെ മാറ്റുക. അപ്പൊ ഈ തുറമുഖത്തെ എല്ലാ അർത്ഥത്തിലും അതിന്റെ വൈവിധ്യങ്ങളനുസരിച്ച് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് ഗവൺമെന്റ് പ്ലാൻ ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോയപ്പോഴാണ് ജനങ്ങൾക്ക് വലിയ പ്രതീക്ഷയുണ്ടായത്. 10,000-കണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭിക്കും, നമ്മുടെ നാടിന്റെ മുഖചിത്രം മാറും, പുതിയ റെയിൽ, പുതിയ ഹൈവേ, അതിന്റെ ഭാഗമായി ലോജിസ്റ്റിക് ഉൾപ്പെടെയുള്ള നിരവധി മേഖലകൾ, എണ്ണ കമ്പനികൾ എല്ലാം വരാൻ പോവാണ്. ഇതൊക്കെ പ്ലാൻ ചെയ്തതാണ്. അതെല്ലാം മുരടിപ്പിക്കുക. അഴിമതി എങ്ങനെയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പാറ, കല്ലിട്ടതിന്റെ അവസാനത്തെ സ്ഥിതി എന്താ? 40 കോടി റുപ്യയുടെ കല്ല് കാണാനില്ല. അദാനിയുടെ കമ്പനിയുടെ ഭാഗമായിട്ട് തന്നെയാണ്. അതിന്റെ അക്കൗണ്ടന്റ് ഉൾപ്പെടെയുള്ളവർ ഇപ്പൊ മുങ്ങിയിരിക്കുകയാണ്. 40 കോടി കല്ല്, 40 കോടി റുപ്യയുടെ കല്ല് ചതുപ്പിൽ ഇങ്ങനെ മുങ്ങിപ്പോയി എന്നാണ്. ചതുപ്പിൽ കല്ല് മുങ്ങിപ്പോയി. ശുദ്ധ അസംബന്ധം പറയാണ്, അഴിമതിയാണ്. നമ്മൾ കേരളത്തിൽ നിന്നെല്ലാം കൊണ്ടുവരുന്ന കല്ലുൾപ്പെടെ അങ്ങ് ദൂരെ തമിഴ്നാട് നിന്ന് കൊണ്ടുവരുന്ന കല്ലാണെന്ന് രേഖപ്പെടുത്തി എല്ലാ അർത്ഥത്തിലുമുള്ള കൊള്ളയാണ് അതിന്റെ ഭാഗമായി നടന്നത്. ഇത് അദാനി കമ്പനിയുടെ ഭാഗമായിട്ട് നടന്ന ഒരു കൊള്ള പുറത്തു വന്നിരിക്കുകയാണ് ഇപ്പോഴും. ഇങ്ങനെ ഓരോന്നും, ഞാനതിന്റെ വിശദമായ ഭാഗങ്ങളിലേക്കല്ല കിടക്കുന്നത്. നമുക്ക് ഇന്നത്തെ പരിതസ്ഥിതിയിൽ ഈ തുറമുഖത്തെ നാടിന്റെ വികസനത്തിനു വേണ്ടിയുള്ള വളരെ പ്രധാനപ്പെട്ട, രാജ്യം ശ്രദ്ധിക്കുന്ന, ലോകം ശ്രദ്ധിക്കുന്ന തുറമുഖമായി നിലനിർത്തണം. നമുക്ക് ഫലപ്രദമായിട്ട് മുമ്പോട്ടേക്ക് പോയാൽ വലിയ ലാഭം തന്നെയാണ് നേടാൻ നമുക്കാവുക. അപ്പോൾ ഈ വിഴിഞ്ഞം പ്രദേശത്തിന്റെ വളർച്ച, വികാസം, നമ്മുടെ നാട്ടുകാരുടെ ജോലി, ഇതെല്ലാം ചേർത്തുകൊണ്ട് ഇതിനെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന അദാനിയുമായി കൂട്ടുചേർന്ന് വി ഡി സതീശൻ, അതിന് കോൺഗ്രസിന് തന്നെ പൂർണ്ണമായ പിന്തുണയില്ല, UDF-ന്റെ പൂർണ്ണമായ പിന്തുണയില്ല. ഒറ്റയാൻ പട്ടാളം പോലെ എല്ലാ വകുപ്പുകളും സ്വന്തം കയ്യിൽ വെച്ചിരിക്കുകയാണ്. വളരെ വിചിത്രമാണ് കാര്യം. ഒരു മുഖ്യമന്ത്രി സാധാരണ ധനകാര്യം സ്വന്തം കൈ, ആഭ്യന്തര സാധാരണ എടുക്കുക, ഇവിടെ ധനകാര്യം എടുത്തത് വെറുതെ എടുത്തതല്ല. ഇതിന്റെ പിന്നിൽ സഹം നാനാര് പറയുന്ന പോലെ പേര് കുന്നാംകുളത്താണ്. എല്ലാം വലിയ രീതിയിലുള്ള ഡീൽ തന്നെയാണ്. ഇപ്പൊ സ്വാഭാവികമായി
ധനകാര്യം കയ്യിലുണ്ട്, പോർട്ട് വകുപ്പ് കയ്യിലുണ്ട്, നിയമവകുപ്പ് കയ്യിലുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ മാത്രമേ ഈ ഡീല് പൂർണ്ണമാവുള്ളൂ. പിന്നെ മുഖ്യമന്ത്രിയുമാണ്. ഒരു മന്ത്രിയും അറിയേണ്ട കാര്യമില്ല, ഒരു മന്ത്രിയോടും പറയുന്ന കാര്യമില്ല. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പ്രശ്നം എക്സൈസ് വകുപ്പ് മന്ത്രി പോലും അറിയില്ല, UDF-കാർ അറിയില്ല, മുസ്ലിം ലീഗുകാർ അറിയില്ല എന്നാണ് അവർ പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ അറിയുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രി കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. 120% അതിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി കുറക്കുന്നു. 251 നിന്നും എത്രയാ കോടിയാ നമുക്ക് നഷ്ടം? ഞാൻ ഇന്നത്തെ ഈ യോഗത്തിൽ അതൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഈ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ആവശ്യമുള്ള വകുപ്പുകൾ മുഴുവൻ, പ്രത്യേകിച്ച് പോർട്ടുമായി ബന്ധപ്പെട്ട്, ബ്ലൂ എക്കണോമിയുമായി ബന്ധപ്പെട്ട്, നേരത്തെ പറഞ്ഞ സമുദ്രം, കടല്, അതേപോലെ തന്നെ കര, ഭൂമി, ആകാശം എല്ലാം വിറ്റ് തുലക്കാൻ, സ്വകാര്യവൽക്കരിക്കാൻ, അതിന്റെ ഒപ്പം നമ്മുടെ വിഴിഞ്ഞം തുറമുഖവും പൂർണ്ണമായ അർത്ഥത്തിൽ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാൻ തീരുമാനിക്കുന്ന നിലപാടിനെതിരായി ഈ നാട്, ഈ രാജ്യം, ഈ കേരളം ഒറ്റക്കെട്ടായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മുമ്പോട്ടേക്ക് വരും. കാരണം നമ്മുടെ നാടിന്റെ ഭാവിയുമായിട്ട് ബന്ധപ്പെട്ട, ജനതയുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, ഇനി അങ്ങോട്ട് നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ വലിയ വളർച്ച നേടാൻ സാധ്യതയുള്ള ഒരു പദ്ധതിയാണ് കോർപ്പറേറ്റുകൾക്ക് നൽകി ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുള്ളത്. ഇതിനെതിരായി ജനവികാരം രൂപപ്പെടുത്താൻ വേണ്ടിയുള്ള വളരെ ഫലപ്രദമായ ഒരു യോഗമാണ് ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പരിപാടി സംഘടിപ്പിച്ച ഇതിന്റെ സംഘാടകരോട് ഈ സന്ദർഭത്തിൽ ജനങ്ങൾക്ക് വേണ്ടി അഭിവാദ്യങ്ങളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.